ഏറ്റവും പ്രിയപ്പെട്ടവരെ, ക്രിസ്മസ് ഈശോയുടെ ജനനത്തിൻ്റെ ഓർമ്മയാണ്. ദൈവം മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ചതിൻ്റെ ഓർമ്മ ലോകം മുഴുവൻ ആഘോഷിക്കുന്ന സുന്ദരമായ ദിനമാണ് ക്രിസ്മസ്. ഏത് ദൈവമാണ് മനുഷ്യനായിട്ട് അവതരിക്കുക? മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് മനുഷ്യനായി നമ്മെ പഠിപ്പിക്കുവാൻ വേണ്ടി ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവൽ മനുഷ്യർക്കായിട്ട് ജനിച്ചു. ഏറ്റവും സന്തോഷകരമായ ദിനമാണ് ക്രിസ്മസ്. മനുഷ്യന് വേണ്ടി പുൽക്കൂട്ടിൽ ജാതനായ ഈശോ നമ്മോട് പറയുന്നത്, ഞാൻ പുൽക്കൂട്ടിൽ ജനിച്ചത് ലോകത്തിലുള്ള എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ വേണ്ടിയാണ്. പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ പണ്ഡിതനെന്നോ പാമരനെന്നോ പാവഭേദമില്ലാതെ എല്ലാവർക്കും കടന്നു വരാവുന്ന ഇടം, അതാണ് പുൽക്കൂട്, അതാണ് കാലിത്തൊഴുത്ത്. മനുഷ്യർക്ക് മാത്രമല്ല, മിണ്ടാപ്രാണികൾക്കും മൃഗങ്ങൾക്കും എല്ലാവർക്കും കടന്നു വരുവാനുള്ള ഇടം, എളിമയുടെ ഇടം. ഇവിടെ വലിപ്പച്ചെറുപ്പങ്ങളില്ല. എല്ലാ മനുഷ്യരെയും, എല്ലാ ഭൂമിയിലുള്ള എല്ലാ ജന്തുക്കളെയും വർണ്ണങ്ങളെയും വർഗങ്ങളെയും ജീവികളെയും ഒക്കെ ഉൾക്കൊള്ളുവാനുള്ള ദൈവത്തിൻ്റെ വലിയ വിളിയാണ് ക്രിസ്മസ്. തുറവി നമ്മുടെ ജീവിതത്തിലും ആവശ്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മനുഷ്യൻ എപ്പോഴാണോ പുൽക്കൂട് പോലെ കാലിത്തൊഴുത്ത് പോലെ എല്ലാവർക്കും സമീപസ്ഥനായി എല്ലാവരെയും ഉൾക്കൊള്ളുവാനായിട്ട് തയ്യാറാവുമ്പോൾ, അപ്പോഴൊക്കെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ക്രിസ്മസ് ആവുകയാണ്. അപ്പോൾ ഇത്തവണ ഈ വർഷം നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഈ ഒരു ഉൾക്കാഴ്ച നമുക്കുണ്ടാകണം. ഈശോയെപ്പോലെ എല്ലാവർക്കും കടന്നു വരാനുള്ള ഇടമായി മാറണം നമ്മുടെ ഉള്ളിൽ. നമ്മുടെ ഹൃദയം ഈശോയെപ്പോലെ തന്നെ, ഈ പുൽക്കൂട് പോലെ തന്നെ എല്ലാവർക്കും തുറന്നു കൊടുക്കുവാനുള്ള ഇടമായി മാറുമ്പോൾ അവിടെ ക്രിസ്മസിൻ്റെ പുതിയ അധ്യായം വിരചിക്കപ്പെടുകയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഈശോ ജനിച്ചപ്പോൾ മാലാഖമാർ പാടി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ നല്ല മനസ്സുള്ളവർക്ക് സമാധാനമുണ്ട്. നല്ല മനസ്സുള്ളവർ, നമ്മളെല്ലാവരും നല്ല മനസ്സുള്ളവരാണ്. ഈ നല്ല മനസ്സുള്ളവർ സമാധാനത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, സമാധാനം ഇല്ലാതെ ആകുന്നത് മനസ്സിൽ തിന്മയുണ്ടാകുമ്പോഴാണ്, മനസ്സിൽ നന്മ കുറഞ്ഞു പോകുമ്പോഴാണ്. ആയതിനാൽ നമ്മുടെ ഈ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നല്ല മനസ്സോടുകൂടി ഈശോയെ സ്വീകരിക്കുവാനും അനുഗ്രഹമായി തീർന്നുകൊണ്ട് മറ്റുള്ളവരെ അനുഗ്രഹിക്കുവാനും ഉണ്ണീശോ നൽകുന്ന പുഞ്ചിരിയാൽ നമ്മുടെ ഹൃദയത്തിലേക്ക് വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സൂര്യപ്രഭ പൊൻകിരണങ്ങൾ ഉണ്ടാകുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ ക്രിസ്മസ് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിൻ്റെ കാലഘട്ടമാകും. ഈശോയെപ്പോലെ കടന്നു വന്ന ഈശോ എവിടെയൊക്കെ കടന്നു ചെന്നു അവിടെയൊക്കെ നന്മ ചെയ്തുകൊണ്ട് കടന്നുപോയി. നന്മ ചെയ്ത് കടന്നു പോകുവാനായിട്ട് നമുക്കും ഈശോയെപ്പോലെ പരിശ്രമിക്കാം. അതിനുള്ള കൃപ നമുക്കേവർക്കും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പുൽക്കൂട്ടിലെ ഉണ്ണിയേശു നിങ്ങളെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.